അഭിഷേക്, പെൺവാണിഭം മനുഷ്യക്കടത്ത് ഞെട്ടിക്കുന്ന വിവരങ്ങളായി ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? 2025 നവംബർ മാസം 16-ാം തീയതി കൊച്ചി വൈറ്റിലയിലെ JVK പാർക്ക് ബാർ ഹോട്ടലാണ്. ആ ബാർ ഹോട്ടലിൽ അർദ്ധരാത്രിയോടെ 3 പേർ, അതിലൊന്ന് അലീന എബ്രഹാം, അൽ അമീൻ, ഷഹീൻ ഷാ, ഇങ്ങനെ ഒരു യുവതിയുടെ നേതൃത്വത്തിൽ, അലീന എബ്രഹാം എന്ന് പറയുന്ന 23 വയസ്സുകാരിയുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘം അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ബാർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ അതൊരു വലിയ വാർത്തയാകും. തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ഒരു വനിതയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ബാർ ഹോട്ടലിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന പേരിൽ ആ ഒരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളിലെ ഒരു തലക്കെട്ടായി. അതിനുമുമ്പ് ഇപ്പോൾ ഏതാനും മാസങ്ങൾക്കിപ്പുറം ഇപ്പോൾ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. കേരളത്തിൽ നിന്ന് യുവതികളെ വിദേശത്തേക്ക് എത്തിച്ച് മയക്കുമരുന്ന് നൽകി അവരെ പലർക്കായിട്ട് കാഴ്ചവെക്കുന്നു. പെൺവാണിഭം, അതുപോലെ തന്നെ മനുഷ്യക്കടത്ത്, അതിഗുരുതരമായ കാര്യങ്ങളാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ അവയവദാനവുമായി ബന്ധപ്പെട്ടത് മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ കൂടി ഇത് വലിയ ഗുരുതരമായ ഒരു കേസായിട്ടാണ് കേരള പോലീസ് കൈകാര്യം ചെയ്യുന്നത്. കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ പോലീസ് സംഘം ഈ കേസിൻ്റെ അന്വേഷണത്തിനായിട്ട് നിയോഗിക്കുന്നുണ്ട്. ഈ കേസിൽ 3 അറസ്റ്റുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ അലീന എബ്രഹാം, തിരുവനന്തപുരം പോങ്ങുവിള സ്വദേശിനിയായിട്ടുള്ള 23 വയസ്സുകാരി, ടോയ്സി ബിന്ദു എന്ന് പറയുന്ന 50 വയസ്സുകാരി, ഗുരുവായൂർ സ്വദേശിനിയാണ്. അതോടൊപ്പം തന്നെ പൊന്നാനി സ്വദേശിനിയായിട്ടുള്ള മഞ്ജിമ. ഇവരുടെ 3 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ കേരള പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടെ ഉണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഈ കേസിനെ പറ്റി പറയുകയാണെങ്കിൽ, കേരളത്തിൽ നിന്ന്, അതായത് ഈ അലീന എബ്രഹാം ഒരു ഇൻഫ്ലുവൻസറാണ്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിൽ 10,000-ത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇൻഫ്ലുവൻസർ കാറ്റഗറിയിലാണ് പെടുന്നത്. ഇവരെ നടിമാരായിട്ടാണ് മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുക. ഇപ്പോൾ ചെറിയ റീലുകളായിട്ടാണ് വരുന്നതെങ്കിൽ പോലും അവർ നടികൾ എന്നാണ് അവർ പൊതുവെ അറിയപ്പെടുന്നത്. അത്തരത്തിലൊരു നടിയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അലീന എബ്രഹാം എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശി. അലീന ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നു. ഇവരുടെ അലീസ ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ദുബായിൽ ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഈ മോഡലിങ്ങിനോട് അഭിരുചിയുള്ള ധാരാളം പെൺകുട്ടികളുണ്ട്. അവരുടെ ഒരു അവസരമായി ഇപ്പോൾ ധാരാളം കാസ്റ്റിംഗ് കൗച്ചുകൾ അടക്കമുള്ള ഇപ്പോൾ സിനിമയുടെ ഓഡീഷനുമായി വിളിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് നിരവധിയായിട്ടുള്ള സെക്ഷൽ അക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഇത്തരത്തിലൊരു കാസ്റ്റിംഗ് കോളല്ല, ഒരു ഫാഷൻ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകളെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. അതായത് ഈ ഫാഷൻ മോഡലിങ്ങിനോട് അഭിരുചിയുള്ള പെൺകുട്ടികളെ ഈ ഫാഷൻ വർക്ക്ഷോപ്പിലേക്ക് ക്ഷണിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് മറ്റൊരവസരം അടുത്ത മാസം, അതായത് ജനുവരിയിൽ ആണ് ഈ ഫാഷൻ വർക്ക്ഷോപ്പ് ദുബായിൽ നടക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത മാസം ദുബായിൽ വെച്ച് നടക്കുന്ന ഒരു ഫാഷൻ ഷോയിലെ റാം വാക്കിൽ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികൾക്ക് അവസരം എന്നൊരു വീഡിയോ ഈ അലീന തന്നെയാണ് ഹോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഇവരുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇക്കഴിഞ്ഞ ജനുവരി മാസം പങ്കുവയ്ക്കുന്നത്. അതിനെ തുടർന്നാണ് ധാരാളമായിട്ട് പെൺകുട്ടികൾ ഇതിലേക്ക് വരുന്നു. ധാരാളം ആളുകൾ ഇവരുടെ വലയത്തിലേക്ക് വീഴുന്നു. അങ്ങനെ അലീനയുടെ വാക്ക് വിശ്വസിച്ച് ഇത്തരത്തിൽ ഒരു പ്രശസ്തി 50,000 രൂപ വരെയാണ് ഒരു ദിവസം ഇവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു മോഹന വാഗ്ദാനത്തിൽ ധാരാളം പെൺകുട്ടികൾ ഇതിലേക്ക് വന്നു വീഴുന്നു. ഇവരെ ഏകോപിപ്പിച്ചത്, അല്ലെങ്കിൽ ഇവരുടെ വിസ നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഇവരെ ദുബായിലേക്ക് എത്തിക്കുന്ന ചുമതല ഈ ടോയ്സി സിന്ധു എന്ന് പറയുന്ന ഗുരുവായൂർ സ്വദേശിനിയായിട്ടുള്ള 50 വയസ്സുകാരിയുടേതാണ്. ഇവരാണ് ഇവരെ ദുബായിലേക്ക് കയറ്റി അയച്ചിരുന്നത്. അങ്ങനെ ദുബായിലേക്ക് എത്തുന്ന പെൺകുട്ടികളെ ദുബായിലെ അൽസലാം റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ 6-ാം നിലയിലെ 607-ാം നമ്പർ മുറി, ആ 607-ാം നമ്പർ മുറിയിൽ വെച്ച് ഇവരെ വരുന്ന യുവതികളെ, വിമാനത്താവളത്തിൽ നിന്ന് നേരെ കൂട്ടിക്കൊണ്ടുവരുന്ന യുവതികളെ ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ഇവരെ അബോധാവസ്ഥയിലാക്കുന്നു. അതിനുശേഷം ഇവരെ വിവസ്ത്രയാക്കി ഇവരുടെ നഗ്ന ദൃശ്യങ്ങളടക്കം പകർത്തുന്നു. ഇതിനുശേഷം ഈ ദൃശ്യങ്ങൾ ഇവരുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇവരെ അവിടെ വരുന്ന മറ്റ് ആളുകൾക്കായിട്ട് കാഴ്ചവെക്കുന്നു. അതായത് പച്ചയായ പെൺവാണിഭമാണ് ഈ ഒരു കാര്യത്തിൽ നടക്കുന്നത്. അതിഗുരുതരമായ കൃത്യമാണ്. ഇതിൽ ഇപ്പോൾ പുറത്തു വരുന്നത് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മരട് പോലീസ് സ്റ്റേഷനിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു യുവതി നൽകിയ ഒരു ഇൻറ്റിമേഷൻ, ആ ഇൻറ്റിമേഷൻ ഇവിടെ നടക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലെ ഒരു ചെറിയ വിരൽ ചൂണ്ടുന്ന ഒന്ന് മാത്രമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ആ യുവതിയാണ് ഇക്കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മരട് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കുന്നത്. ഇവരെ കൂടാതെ ധാരാളം പെൺകുട്ടികൾ ഇവരുടെ വാഗ്ദാനങ്ങളിൽപ്പെട്ട് ഈ ദുബായിലെ ഇവരുടെ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും നരകയാതന അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ ധാരാളം ഇത്തരത്തിൽ ആളുകൾക്ക് ദിനം പ്രതി കാഴ്ചവെക്കുന്നു എന്നൊരു പരാതി
ഈ മരട് പോലീസിന് കൈമാറുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധന നടക്കുന്നത്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ 3 അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് അലീന എബ്രഹാം എന്ന് പറയുന്ന 23 വയസ്സുകാരിയാണ്. അവർക്ക് ഏകദേശം 18,000-ഓളം ഫോളോവേഴ്സാണ് അലീനയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. ഇവരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ ഈ 2025 നവംബർ മാസം 16-ാം തീയതി JVK പാർക്കിൽ നടന്ന ഇൻസിഡൻറ്റിന് ശേഷം മലയാളത്തിലൊരു മെയിൻ സ്ട്രീം വാർത്താ ചാനൽ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്തിരുന്നു. അത് നമ്മുടെ അരുൺകുമാർ, റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ഇടുക്കിയിലൊരു പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഒരു പ്രതിയുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അത് വലിയ ചർച്ചയായത് അത്തരത്തിലൊരു ഇൻ്റർവ്യൂ ആണോ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എല്ലാ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിൽ വാർത്തകളുടെ അല്ലെങ്കിൽ റേറ്റിങ്ങിന് വേണ്ടി ഇത്തരത്തിലെ വാർത്തകളിലെ കൊണ്ടുവരണോ എന്നൊരു വലിയ ചോദ്യം ആ ഒരു സമയത്തൊക്കെ ഉയർന്നതാണ്. അത് എന്തു തന്നെ ആയാലും ഇത്തരത്തിൽ ഈ അലീനയുടെ ഈ പോലീസ് പ്രതി ചേർത്ത ഈ കൊച്ചിയിലെ ബാർ ഹോട്ടലിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു യുവതി ഈ മലയാളത്തിലെ ഒരു മുൻനിര ചാനൽ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അവിടെ നടന്നത് എന്താണെന്ന് അവർ തന്നെ പറയുന്നു. അതിനുശേഷം ഈ അലീന ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ അവരുടെ വായിൽ തോന്നിയത് പറയും, അത് കേട്ട് കൈകാലടിക്കാൻ കുറച്ച് ഒരു തെറിയാണ്, മാകുട്ടിയുള്ളൊരു തെറിയാണ്. അതിനുശേഷം വീണ്ടും പറയുന്നു, ഇക്കാര്യത്തിൽ എൻ്റെ വിശദീകരണം അടുത്ത ദിവസം ഉണ്ടാകും, അതുവരെ നിങ്ങൾ തിളച്ചോളൂ, ഞാൻ പൊള്ളില്ല. ഇതായിരുന്നു പ്രകോപനപരമായ രീതിയിൽ അലീനയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. അതിനുശേഷവും ഈ മാധ്യമത്തിൽ ഇവരെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ഇൻ്റർവ്യൂ വന്നതിന് ഏതാനും മാസങ്ങൾക്കിപ്പുറം, ഏതാനും മാസമല്ല, 1 മാസത്തിനപ്പുറം നവംബർ മാസത്തിൽ ഈ ഒരു കുറ്റകൃത്യം നടക്കുന്നു. അതിനുശേഷം ഡിസംബർ മാസം അവസാനം ഇതേ ചാനലിൽ മറ്റൊരു വാർത്ത വരുന്നു. കേരളത്തിലെ കുപ്രസിദ്ധരായ ഗുണ്ടകൾ, അതായത് അർജുൻ ആയങ്കി, മുട്ടട നിതിൻ, കാട്ടാക്കട ഹരീഷ്, കാട്ടാക്കട ശ്രീകുമാർ, അങ്ങനെ കേരളത്തിലെ കുപ്രസിദ്ധരായ ഗുണ്ടകളെയൊക്കെ ക്ഷണിച്ച് കേരളത്തിലൊരു പ്രധാനിയായ ഗുണ്ടാ നേതാവ് അവിടെ ഒരു നിശാ പാർട്ടി സംഘടിപ്പിക്കുന്നു. ആ നിശാ പാർട്ടിയിൽ ആ ഗുണ്ടാ നേതാവിൻ്റെ കാമുകിയായിട്ട് ആ ഒരു വാർത്താമാധ്യമം കണ്ടെത്തിയ സ്ത്രീ അല്ലെങ്കിൽ ആ പേര് അവിടെ നടന്നതെന്നുള്ള സത്യമാണ്. കാട്ടാക്കടയിലൊരു റിസോർട്ടാണ്. അവിടെ ഈ അലീന എബ്രഹാമിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നു. കേരളത്തിലൊരു പ്രമുഖ ഗുണ്ടയാണ് ഇവരുടെ കാമുകൻ എന്ന രീതിയിൽ ആ മാധ്യമത്തിലൊരു വാർത്ത വരുന്നു. അതിന് മുൻപ് തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആ ഗുണ്ടാ നേതാവുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഈ പോങ്ങുവിളയിൽ നിന്ന് കൊച്ചിയിലേക്ക് 3.5 വർഷം മുൻപ് വണ്ടി കയറി എത്തുന്ന അലീനയ്ക്ക് താങ്ങും തണലുമായത് ഈ ഗുണ്ടാ നേതാവാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് ഇവർക്ക് ഒരു സ്ഥലം, താൽക്കാലികമായിട്ടെങ്കിലും ഒരു താമസ സ്ഥലം കിട്ടിയത്. ഇപ്പോഴും ഇവരുടെ സുരക്ഷിതത്വത്തിലാണ് ഈ യുവതി താമസിക്കുന്നത്. അവിടെ എന്താണ് ഒരു വലിയ ഗുണ്ടയെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആ മാധ്യമത്തിലൂടെ നടക്കുന്നു. അതിന് ഏതാനും മാസങ്ങൾക്കിപ്പുറം ആണ് ഈ ഒരു വലിയ കേസ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 3 സ്ത്രീകളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇത് നിസാര കാര്യമല്ല, കാരണം മനുഷ്യക്കടത്ത് ഈ ദുബായിലും കൂടെ ഈ കൃത്യമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടൊരു പെൺകുട്ടി ബുർദുബായിലെ അൽസലാം റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ 6-ാം നിലയിലെ 607-ാം നമ്പർ മുറിയിൽ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നുവെന്ന് പറയുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് കേരള പോലീസിനെ കൈകാര്യം ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ള ഒരു രീതി തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള റീലുകളുടെ മറവിൽ ധാരാളമായിട്ട്, ഇതുകൂടാതെ മറ്റ് ബ്ലോഗർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഫാഷൻ വർക്ക്ഷോപ്പുകളിലേക്ക് പെൺകുട്ടികളെ വ്യാപകമായിട്ട് ഇവർ വലവീശിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇതിലെ മറ്റ് പ്രതികൾ, ഇവർ 3 പേര് മാത്രമല്ല, ഇതിൽ ധാരാളം പ്രതികൾ വിദേശത്തും അതുപോലെ തന്നെ ഇന്ത്യയിലുമായിട്ടുണ്ട്. ഇതിലേക്ക് കൃത്യമായിട്ട് അന്വേഷണം എത്തും. ഇതിലെ ടോയ്സി സിന്ധു എന്ന് പറയുന്ന 1-ാം പ്രതിയായിട്ടുള്ള സ്ത്രീ, ഗുരുവായൂർ സ്വദേശിനിയായിട്ടുള്ള 50 വയസ്സുകാരിയെ പിടികൂടിയത് മുംബൈ എയർപോർട്ടിൽ നിന്നാണ്. കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു ലുക്കൗട്ട് സർക്കുലർ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട മുംബൈ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിൽ ഈ സ്ത്രീ വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് മുംബൈയിൽ പിടിയിലാകുന്നത്. ഇന്ന് കേരള പോലീസ് ഇവരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണം, ഈ 3 പേരിലെത്താതെ കൃത്യമായിട്ട് ഇവിടെ നിന്ന് എത്ര പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്, ഇവരെ എത്തരത്തിലാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. കാരണം അവിടെ നടക്കുന്ന കാര്യമാണ്, ദുബായിൽ നടക്കുന്നൊരു ക്രൈമാണ്. കാരണം ദുബായ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ മലയാളികളുടെ മനസ്സിൽ അന്നം തരുന്ന നാടുന്നതിനപ്പുറം കൃത്യമായിട്ട് നിയമങ്ങൾ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ദുബായ് എന്ന് പറയുന്ന കുറച്ചുകൂടി പുരോഗമനപരമായ ഒരു നാടാണ്. അവിടെ നടക്കുന്ന ക്രൈമുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണിത്. കാരണം നിരവധിയായിട്ടുള്ള പെൺകുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇവർ ഈ മരട് പോലീസിൽ ഇൻറ്റിമേഷൻ കൊടുത്തിരിക്കുന്ന പെൺകുട്ടി തന്നെ പറയുന്നത് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇവർക്ക് ഈ ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് കൊടുത്ത് അബോധാവസ്ഥയിലാക്കി പലർക്കും കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതേ അവസ്ഥയിൽ മറ്റു പല പെൺകുട്ടികളെയും താനവിടെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ രക്ഷപ്പെട്ട് ബന്ധുവിൻ്റെ സഹായത്തോടു കൂടി രക്ഷപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ
ഇവരുടെ ബാഗിൽ 15 ഗ്രാമോളം വെളുത്തപ്പൊടി എന്താണെന്നറിയില്ല, എന്തായാലും MDMA പോലുള്ള എന്തെങ്കിലും മാരകമായിട്ടുള്ള ലഹരി മരുന്നായിരിക്കാം. കാരണം ദുബായിലൊക്കെ ഇത്തരത്തിലൊരു കേസിൽ പിടിക്കപ്പെട്ടാൽ പിന്നെ പുറംലോകം കാണില്ല, ഇവരിലേക്കുള്ള ലിങ്ക് ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കും ഇവരുടെ ലക്ഷ്യം. അങ്ങനെ ഈ പെൺകുട്ടി പിന്നീട് ബാഗേജ് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള 3 പാക്കറ്റുകൾ കണ്ടെടുത്തു. ഇത് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്തതിന് ശേഷം ആ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടാണ് കേരളത്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ മരട് പോലീസിൻ്റെ അന്വേഷണമാണിപ്പോൾ നടക്കുന്നത്. അതിലാണ് ഈ 3 പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഇത് കേരളത്തിലൊരു പുതിയ സർക്കാർ അധികാരത്തിലേറ്റ ഒരു സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്ന് കേരളത്തിൻ്റെ മറ്റൊരു തലസ്ഥാനം എന്നൊക്കെ പറയാൻ പറ്റുന്ന കൊച്ചി നഗരത്തിലെ കുപ്രസിദ്ധമായ ഒരു ഗുണ്ടാ നേതാക്കളോട് അടുത്തിടപഴകുന്ന അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഉൾപ്പെടുന്ന ഒരു ക്രൈം ആയതിനാൽ തന്നെ അതീവ ഗൗരവത്തോടെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതാണ് ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രത്യേക അന്വേഷണ സംഘം, കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. എന്തായാലും ഈ മംഗളം പോലുള്ള വാരികകളിൽ മുഖചിത്രമായിട്ടൊക്കെ ഈ അലീന ഇബ്രാഹിമിൻ്റെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇവരുടെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആരാധകരുണ്ട്, ഓരോ പോസ്റ്റിനും 1000-ന് മുകളിൽ ലൈക്ക് ഉണ്ട്. അങ്ങനെ ആ ഒരു ഫെയിം ഉപയോഗിച്ച് കൃത്യമായിട്ട് ഈ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി നടപ്പാക്കിയ അല്ലെങ്കിൽ അവർ കൂടി ഉൾപ്പെട്ട ഒരു ശൃംഖല ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ശരി.